ഹായ് ഫ്രണ്ട്സ്, ജിഞ്ചർ ചിക്കനാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. ചപ്പാത്തി പൊറോട്ടയ്ക്കാണ് ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ. പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ രസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടിയും ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ആ സ്വാദിഷ്ടമായ ജിഞ്ചർ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ്റെ മീറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ഇഞ്ചി 1 സ്പൂൺ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 1/2 മണിക്കൂർ മാഗ്നൈസ് ചെയ്യാനിട്ട് വയ്ക്കാം. ഈ സമയം നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ 1 മുറിയുടെ പകുതി അത്ര തേങ്ങ എടുത്തിട്ടുള്ളൂ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, കൂടെ നമുക്ക് ഒരു 3/4 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി ഞാൻ 4 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ പുതിനയിലും മല്ലിയിലയും. ഇത് നമ്മുടെ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് അധികം എടുക്കണം. പുതിനയിലയും മല്ലിയിലയും ഇഞ്ചിയും. പിന്നെ ഇഞ്ചി ഇതുപോലെ നേരിയതാക്കി അരിഞ്ഞ് ഇത്തിരി നീളത്തിൽ ഉള്ള കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 4 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് എടുത്താണ് ഇത്രയും കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇത് ഞാനിവിടെ തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സ്റ്റൗവിന് മേലെ വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് വറുത്തെടുക്കുക. ഇത് വറുത്തെടുക്കുമ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി ആ വെളിച്ചെണ്ണയിലേക്ക് ആവും. അപ്പോൾ കറിക്ക് അത് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഇഞ്ചി ഞാൻ പറയാം, ഇഞ്ചി, പുതിനയില, മല്ലിയില, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയുടെ അത്രയും വേണ്ട, കുറച്ചാൽ മതി. പക്ഷേ ഈ ഇഞ്ചിയുടെയും പുതിനയിലയുടെയും മല്ലിയിലയുടെയും ഫ്ലേവർ ശരിക്കും മുന്നിട്ട് നിൽക്കണം നമ്മുടെ ജിഞ്ചർ ചിക്കന്. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, അത് കോരി മാറ്റാം. ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ വേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിന് കൂടെ തന്നെ നമ്മൾ ഇഞ്ചി ചതച്ചതും പിന്നെ മല്ലിയിലയും പുതിനയിലയും പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഞാൻ 4 വലിയ സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ കുറച്ച് ഗ്രേവി ആയിരിക്കുന്ന രീതിയിലാണ് ജിഞ്ചർ ചിക്കൻ തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം ഇത് ചപ്പാത്തിക്ക് കഴിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇത്തിരി ഗ്രേവി ആയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ അരച്ച് വെച്ചാണ് ആ ഒരു കൂട്ടുണ്ടല്ലോ, തേങ്ങയും അതുപോലെ മറ്റ് മസാലകളും കൂടി അരച്ച് വെച്ചാൽ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ശരിക്കും ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് മൂപ്പിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ ശരിക്കും എത്തിട്ട് മൂപ്പിക്കണം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ശരിക്കും മാറി മറ്റേ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരുന്ന രീതിയിലാവണ രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് വഴറ്റാൻ തുടങ്ങിയിട്ട്. ഒരുവിധം വെള്ളമൊക്കെ വറ്റി ശരിക്കും ആ അരപ്പൊക്കെ ശരിക്കും വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാഗ്നൈസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടി മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളം 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഗ്രേവിയും കൂടി വേണം. ഗ്രേവിയും കൂടി ആയ രീതിയിലാണ് ഞാനിപ്പോൾ ജിഞ്ചർ ചിക്കൻ തയ്യാറാക്കുന്നത്. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി തുറന്നു നോക്കി, കറി തിളച്ച് വന്നിട്ടുണ്ട്.
വീണ്ടും ഒന്നും കൂടി ഒന്ന് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശരിക്കും ഇളക്കിയിട്ട് മൂടി വെച്ച് വീണ്ടും 5 മിനിറ്റും കൂടി ഫുൾ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ഈ സമയം നമ്മൾ ഉപ്പ് നോക്കി കറക്റ്റ് ചെയ്യാം. നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഇഞ്ചിയുടെയും കൂടിയുള്ള ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഇഞ്ചി വറുത്തിട്ടാണ് ആ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡ്രൈ ആയിട്ടുള്ള ജിഞ്ചർ ചിക്കൻ അല്ല ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ വിത്ത് ഗ്രേവിയോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റാണിത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ഓർത്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.